ഹായ് ഗൈസ്, ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്കൊരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനാണ്. UPI ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ പേര് ഇന്നോപ്പേ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഒരു UPI ലിങ്ക്ഡ് ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നീ UPI ആപ്പിൻ്റെ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിൽ പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഒന്നും ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് തോന്നിയത് ഇതിൽ ക്യാഷ് ബിൽ പേയ്മെൻറ്റ്, അതായത് ബിൽ പേയ്മെൻറ്റ്, നമ്മൾ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ ഒരു ആപ്ലിക്കേഷനും 7 രൂപയൊന്നും ഡിസ്കൗണ്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയത്, ഞാനിപ്പോൾ ഇതിന് 4 ബില്ല് അടച്ചു. 4 ബില്ലിലും ഓരോ ബില്ലിന് 7 രൂപ വെച്ച് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. ആ പൈസ കുറച്ചിട്ടാണ് നമുക്ക് ബില്ല് അക്കൗണ്ടിൽ നിന്ന് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബിൽ പേയ്മെൻറ്റിനൊരു നല്ലൊരു സംവിധാനമായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിൾ പേയിലാണെങ്കിൽ ഫോൺ പേയിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും നിലവിൽ ഇപ്പോൾ ഇല്ല. അപ്പം പക്ഷേ ഇതിൽ എത്ര ബില്ലായാലും 7 രൂപ ഡിസ്കൗണ്ട് ക്യാഷ് ബില്ലിന് തരുന്നുണ്ട്. അതാണ് ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ഇന്ന് അടച്ച 4 ബില്ല് ഇത് കണ്ടില്ലേ, ഡിസ്കൗണ്ട് എന്നിട്ട് 7 രൂപ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ പേയ്മെൻറ്റിലും കാണിക്കും. ക്യാഷ് ബിൽ, അതായത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇതിൽ അതേപോലെ ഇതിന് മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യാം. അതിന് നമുക്ക് മൊബൈൽ റീചാർജിന് ക്യാഷ് ബാക്ക് ഒന്നുമില്ല. നമുക്ക് ആ കറക്റ്റ് പൈസ തന്നെ നമ്മൾ അടയ്ക്കേണ്ടത്. പിന്നെ ബിൽ പേയ്മെൻറ്റ്സിനാണ് അവരിപ്പോൾ നിലവിൽ ഈ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നത്. ക്യാഷ്, അതായത് KSCB ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനത്തെ ബില്ലുകളുണ്ടാവും, ബിൽ പേയ്മെൻറ്റ്. പിന്നെ ഇതിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇതിൽ സ്കാനർ സംവിധാനം ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആപ്പായതുകൊണ്ടായിരിക്കണം ഭാവിയിൽ വരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്കാനർ സംവിധാനം ഇപ്പം നിലവിലില്ല. ഇപ്പം ബിൽ പേയ്മെൻ്റ് ഒക്കെ നടത്താനൊക്കെ എളുപ്പമാണ്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് സക്സസ് ആകുന്നുണ്ട്. മറ്റ് ഫോൺ പേയിൽ, ഗൂഗിൾ പേയിൽ ചില സമയത്ത് നമ്മൾ KSCB ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ സക്സസ് ആണെങ്കിൽ കൂടി പൈസ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോയാൽ കൂടി KSCB ബില്ല് സക്സസ് ആവില്ല. അതായത് ചിലപ്പം KSCB ചിലപ്പോൾ പൈസ എത്തൂല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവുന്നത്. അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. സെക്കൻഡ്സിനുള്ളിൽ തന്നെ സക്സസ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാനത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അപ്പം തന്നെ കറക്റ്റ് ക്രെഡിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇതിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് റീചാർജുകൾ, DTH, പിന്നെ ലാൻഡ് ഫോൺ, അങ്ങനെ കുറേ റീചാർജുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അതിൽ വാലറ്റിൻ്റെ പണികളൊക്കെ നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത് അവർ. കുഴപ്പമില്ല. പിന്നെ സ്കാനർ സംവിധാനം കൂടെ വരികയാണെങ്കിൽ അത് നല്ലൊരു ആപ്പായിട്ട് മാറും ഇത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പം തന്നെ ഞാൻ 4 കറണ്ട് ബില്ല് അടച്ചു. 4 എനിക്ക് 7 രൂപ ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ വേറെ എന്നുള്ളതിൽ റെഫറൽ ലിങ്ക് അയച്ച് നമ്മൾ വേറെ ആൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇവരൊരു പോയിന്റ്സ് ക്യാഷ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 28 രൂപ നമ്മുടെ ബാലൻസിൽ കിട്ടി. അതായത് ഈ കാണുന്ന റെഫറൽ ലിങ്ക് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മുടെ പ്രൊഫൈലിൽ റെഫറൽ ലിങ്ക് കാണിക്കും. ആ റെഫറൽ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത് അവർ ആ ആപ്പ് ഇൻസ്റ്റാൾ അവരുടെ ഫോണിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എനിക്കിന്ന് 28 രൂപ നമുക്ക് റെഫറൽ ലിങ്ക് ആയിട്ട് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ വാലറ്റിൽ കിടക്കുകയെന്നാണ് തോന്നുന്നത്. നമുക്ക് നെക്സ്റ്റ് റീചാർജ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല, നോക്കിയിട്ടില്ല. ഇനി ഏതായാലും നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. വളരെ സ്മൂത്ത് വർക്കിംഗ് ആണ്. വേറെ ലാഗും ഡിലേ ഒന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓഫറൊക്കെ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മളെ ബാങ്ക് അക്കൗണ്ടായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നില്ല എന്നുള്ളൊരു ആശ്വാസമാണ്. ഇതിപ്പോൾ നമ്മൾ നിലവിലുള്ള UPI ലിങ്ക് വഴിയാണ് ഇത് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നല്ലൊരു റിവ്യൂ, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആപ്പ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ധാരാളം ക്യാഷ് ബില്ലുകളൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ഇതിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് അടച്ച 4 ബില്ലും ഒരു മൊബൈൽ റീചാർജിൻ്റെയും ലിസ്റ്റാണത്. 4 എനിക്ക് 7 രൂപ വെച്ച് ഡിസ്കൗണ്ട് കിട്ടി. മൊബൈൽ റീചാർജ് പിന്നെ ക്യാഷ് ബാക്ക് ഒന്നും കിട്ടില്ല, ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ല. കറക്റ്റ് പൈസ തന്നെ എടുത്തത്. ഇനി നമുക്ക് അടുത്ത ബില്ലുകളൊക്കെ വരുമ്പോൾ ഒന്ന് പേയ്മെൻറ്റ്, വാട്ടർ ബില്ല്, അങ്ങനെ ബില്ലുകളൊക്കെ ഒന്ന് ഇതിൽ പേയ്മെൻറ്റ് നടത്തി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പം നിലവിൽ വലിയ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ലാഗും കാര്യങ്ങളും ഒക്കെ സ്മൂത്ത് വർക്കിംഗ് ആണ്. വേറെ ചിലതൊക്കെ ലോഡ് ആവാനൊക്കെ ടൈം എടുക്കുന്നത്, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഉള്ളതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ബെറ്റർ അല്ലെങ്കിലും ഇപ്പം നിലവിൽ മറ്റാരും കൊടുക്കാത്ത സംവിധാനം ഇവർ കൊടുക്കുന്നത് ബിൽ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് കൊടുക്കുന്നുള്ളതാണ്. അത് 7 രൂപ വെച്ച് എല്ലാ പേയ്മെൻറ്റിനും കൊടുക്കുന്നുണ്ട്. KCB ബില്ല് മാത്രമേ നോക്കിയിട്ടുള്ളൂ, വാട്ടർ ബില്ലൊന്നും അടച്ച് നോക്കിയിട്ടില്ല, നോക്കണം. ഒരു മുകളിൽ തന്നെ പറയുന്നത് 5% ഡിസ്കൗണ്ട് ഓൺ ബിൽ പേയ്മെൻറ്റ്സ്. പക്ഷേ 5% ഒന്നും ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല. കാരണം 7 രൂപ പറഞ്ഞാൽ 1300 1400 രൂപ ബില്ലിൻ്റെ 7% 5 രൂപ 7 രൂപയല്ല. അതുകൊണ്ട് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നറിയില്ല. എന്തായാലും 7 രൂപ വെച്ച് എല്ലാ ബില്ലിനും എനിക്ക് കിട്ടിയിട്ടുണ്ട്.